14ാമത് ഷാർജ ഏകത നവരാത്രി സംഗീതോത്സവം സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ ഷാർജ ലുലു സെൻട്രൽ മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 300-ലേറെ സംഗീത കച്ചേരികൾ 3 ദിവസങ്ങളിലായി നടക്കും. കർണാടക സംഗീത മേഖലയിലെ പ്രശസ്ത വ്യക്തികൾക്ക് നൽകിവരുന്ന ഏകതാ പ്രവാസി സംഗീത ഭാരതി പുരസ്കാര സമർപ്പണവും സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെയാണ് എല്ലാ വർഷവും ഷാർജയിലെ പ്രവാസി കൂട്ടായ്മയായ ഏകത നവരാത്രി മണ്ഡപം സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞൻ ചെങ്കോട്ടൈ SKS ഹരിഹര സുബ്രഹ്മണ്യ അയ്യർക്കാണ് ഈ വർഷത്തെ ഏകതാ പ്രവാസി സംഗീത ഭാരതി പുരസ്കാരം സമ്മാനിക്കുക. അരങ്ങേറ്റം, പ്രതിഭ, വിദ്വാൻ, വിദുഷി എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 300-ലേറെ കച്ചേരികൾ ഈ വർഷം അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദുസ്ഥാനി, ഹരികഥ, ലയവിന്യാസം എന്നിങ്ങനെ വിവിധ ശൈലിയിലുള്ള കച്ചേരികളും ഉപകരണ സംഗീത പ്രകടനങ്ങളും സംഗീതോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. ഇന്ത്യയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പക്കമേള പ്രതിഭകൾ കച്ചേരികൾക്ക് അകമ്പടി സേവിക്കും. Navaratri Sangeetotsavam will be held on Lulu Center on September 26, 27, 28. 28th being the award ceremony day. 5000-ലേറെ കുടുംബങ്ങൾ അംഗങ്ങളായുള്ള UAE-ലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മകളിലൊന്നാണ് ഷാർജ ആസ്ഥാനമായ ഏകത. ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തിയതിന് ഷാർജ ആരോഗ്യ വകുപ്പിന്റെ പുരസ്കാരങ്ങൾ 1-ലേറെ തവണ ഏകത നേടിയിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ച് അന്താരാഷ്ട്ര യോഗാ ദിനം ഉൾപ്പെടെയുള്ള പരിപാടികളും വിവിധ സാമൂഹ്യ സേവന പദ്ധതികളും ഏകത നടപ്പാക്കി വരുന്നു. ഏകത പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി VK പ്രസന്നൻ, കൾച്ചറൽ കൺവീനർ പ്രവീൺ കുമാർ, ഫിനാൻസ് അഡ്വൈസർ കൃഷ്ണദാസ്, നവരാത്രി മണ്ഡപം സംഗീതോത്സവം ജനറൽ കൺവീനർ ബിനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ഷാർജ.